നേരം സന്ധ്യയോടടുക്കുന്നു. വയൽ വരമ്പിലൂടെ ഓടുന്ന വെളുത്ത പാദങ്ങൾ. അത് ദേവപ്രിയയാണ്. ഇന്ന് അവളുടെ പിറന്നാളാണ്. 18 വയസ്സ് പൂർത്തിയാകുന്ന ദിനം. നങ്ങേലി മുത്തശ്ശിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവൾ തനിച്ചാണ് അമ്പലത്തിൽ പോകുന്നത്. ഇല്ലിക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ദീപാരാധന അവൾ മുടക്കാറില്ല. തീണ്ടൽ വരുമ്പോൾ അതിന് മുടക്കമുണ്ടാകുന്നു. അത് മാത്രം അവൾക്ക് നീരസമുള്ള കാര്യമാണ്. വീട്ടിൽ നിന്ന് അമ്മ ശ്രീദേവി കൂടെ ഇല്ലാത്തത് അവൾക്ക് ഇന്ന് മറ്റൊരാളെ കാണാൻ കൂടുതൽ സൗകര്യമാണ്. 3 മാസങ്ങൾക്ക് മുൻപ് പരിചയപ്പെട്ട സ്വരൂപ്. അവന് ദേവപ്രിയയെ ഇഷ്ടപ്പെടാൻ കാരണം അവളുടെ സൗന്ദര്യമാണ്. ആരെയും ഒന്ന് മയക്കാൻ കഴിയുന്ന രൂപമാണ് അവൾക്ക്. കേഴമാൻ മിഴികൾ, തുടുത്ത അധരങ്ങൾ, ചെറിയ നാസിക, ചിരിക്കുമ്പോൾ നുണക്കുഴികൾ വിടരുന്ന കവിൾത്തടങ്ങൾ, വട്ടമുഖം, കടഞ്ഞെടുത്ത പോലുള്ള ശരീര അവയവങ്ങൾ, ഒത്ത ഉയരം. സാക്ഷാൽ ഭഗവതി പോലും ദേവപ്രിയയുടെ അഴകിന് മുന്നിൽ തോറ്റുപോകും. അവൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ചുവന്ന നിറത്തിലുള്ള പട്ടുപാവാടയും ഉടുപ്പുമായിരുന്നു. അവ ശരീരത്തോട് ഒട്ടിക്കിടന്നു. അവൾ വളരെ സന്തോഷവതിയാണ്. കുട്ടിത്തം വിട്ടുമാറാത്ത അവളുടെ നടത്തം വളരെ വേഗത്തിലായി. പാടവരമ്പുകൾ കടന്നു. ആകാശത്ത് ഇരുൾ മൂടുന്നത് അവൾ കണ്ടു. നേരം പെട്ടെന്ന് കടന്നു പോകുന്നത് പോലെ. നടത്തത്തിന് കൂടുതൽ വേഗത കൂട്ടി. നീർച്ചാലുകൾ ചാടി മുന്നോട്ട്. അകലെ നിന്നും ദേവപ്രിയ ക്ഷേത്രത്തിലെ ദീപങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നത് കണ്ടു. കുറച്ചു നേരത്തിനകം അവൾ അവിടെ അടുത്തു. ഇനി കല്ലുകൾ പാകിയ പടവുകൾ കയറി വേണം ദർശനം നടത്താൻ. ദേവപ്രിയ ഒതുക്കുകല്ലുകൾ ചവിട്ടി മുകളിലേക്ക് കയറി ക്ഷേത്ര സന്നിധിയിലെത്തി. മണി മുഴങ്ങി. അതിന്റെ മാറ്റൊലി നിമിഷങ്ങളോളം നിന്നു. ക്ഷേത്ര കവാടം തുറന്നു. ഭഗവതിയുടെ ചൈതന്യ ദർശനം അവൾ കൺകുളിർക്കെ കണ്ടുനിന്നു. ചുറ്റമ്പലത്തിലെ പ്രദക്ഷിണ വെച്ച ശേഷം ശ്രീകോവിലിനു മുന്നിൽ തൊഴുകയോടെ നിന്നു. അപ്പോൾ അവിടെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും പനിനീരും ചന്ദനവും നൽകിക്കൊണ്ട് രണ്ടാം ശാന്തിക്കാരൻ വിനോദ്. അവൻ ദേവപ്രിയയെ നോക്കി പുഞ്ചിരിച്ചു. ആളുകൾ പിരിഞ്ഞു പോകാൻ തുടങ്ങി. പിന്തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ ദേവപ്രിയയെ അവൻ മുരടനക്കി ശ്രദ്ധ ക്ഷണിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. അവൻ പറഞ്ഞു, "പ്രിയ അങ്ങോട്ട് ഒറ്റയ്ക്കാണോ പോകുന്നത്? ഇന്ന് മുത്തശ്ശിയെ കണ്ടില്ലല്ലോ." ദേവപ്രിയ പുഞ്ചിരിയോടെ മറുപടി നൽകി, മുത്തശ്ശിക്ക് നല്ല സുഖമില്ല. അമ്മയ്ക്ക് ഇന്ന് ജോലി തിരക്ക് കാരണം വരാനും കഴിഞ്ഞില്ല. വിനോദ് പിന്നെയും പറഞ്ഞു, "കുറച്ചുകൂടി ഇവിടെ കാത്തുനിന്നാൽ കൂട്ട് ഞാൻ വരാം. അങ്ങോട്ട് പോകുന്ന വഴി രാത്രി അത്ര നന്നല്ല." ദേവപ്രിയ നന്ദിയോടെ അവനെ നോക്കിയിട്ട് പറഞ്ഞു, സാരമില്ല വിനോദ്, ഞാൻ തനിച്ച് പൊയ്ക്കോളാം. വിനോദ് എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും അവൾ നടന്നു നീങ്ങി കഴിഞ്ഞിരുന്നു. അവൻ അവളെ തന്നെ നോക്കി നിന്നു. ദേവപ്രിയ ക്ഷേത്രത്തിലെ പടിക്കെട്ടുകൾ ഇറങ്ങി വയൽ വരമ്പിലൂടെ നടന്നു. സ്വരൂപ് മിക്കവാറും അവിടെ എത്തിക്കാണും. ഇന്ന് ഒരുപാട് താമസിച്ചു. അവിടേക്ക് ചെല്ലാമെന്ന് വാക്ക് കൊടുത്തിരുന്നു അവന്. അവൾ തിരിച്ചു പോകുന്നത് മറ്റൊരു ഇടത്തേക്കാണ്. നിറയെ മരങ്ങൾ തിങ്ങി നിറഞ്ഞ വഴിയിലൂടെ വേണം നടക്കാൻ. ഇന്ന് പൗർണമി നാളായിരുന്നത് കൊണ്ട് ആകാശത്ത് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നു. പകൽ പോലെ അവിടെയെല്ലാം കാണാം. അവളുടെ കണ്ണുകൾ അവിടെയെല്ലാം തിരഞ്ഞു. സ്വരൂപ് മിക്കവാറും അവിടെയുള്ള കൂറ്റൻ പനയുടെ ചുവട്ടിൽ ഇരിക്കുന്നുണ്ടാകും. വയൽ വരമ്പുകൾ കടന്ന് അവൾ മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒറ്റയടി പാതയിലേക്ക് തിരിഞ്ഞു. അവൾ നടന്നു. അവിടേക്ക് അരിച്ചെത്തുന്ന നിലാവെളിച്ചം. വഴി വ്യക്തമായി കാണാം. പാതയിൽ മരക്കൊമ്പുകൾ ഒടിഞ്ഞു കിടപ്പുണ്ട്. എങ്കിലും അവൾ അതൊക്കെ സാരമാക്കാതെ മുന്നോട്ട് നടക്കാൻ തന്നെ തീരുമാനിച്ചു. അതൊന്നും ഒരു പ്രശ്നമായി തോന്നിയില്ല. അവൾക്ക് നേരിയ ഭയം തോന്നാതിരുന്നില്ല. ആരെങ്കിലും അതുവഴി എതിരെ വന്ന് തന്നെ കണ്ടാൽ ചീത്തപ്പേരാകും. ഇവിടുള്ള എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. ആരെ കാണാനാണ് ഇതിലെ പോകുന്നത് എന്ന് പറയേണ്ട അവസ്ഥ അവൾക്ക് ഓർക്കാൻ കൂടി വയ്യ. ഇളം കാറ്റ് വീശി. അവളുടെ മുടിയിടകൾ പാറിപ്പറന്നു. ഒരു ചെറിയ ഇടവഴിയിലൂടെ വലതുവശത്തേക്ക് തിരിഞ്ഞു. ഇനി കുറച്ചുകൂടി മുന്നോട്ട് നടക്കണം. അവിടെയാണ് പാലമരം നിൽക്കുന്നത്. തന്നെ കാത്ത് സ്വരൂപ് മുഷിഞ്ഞു കാണും. മുന്നോട്ട് ചുവടുകൾ വെച്ചു. അവളുടെ കാലിന് അടിയിൽ എന്തോ തറച്ചു. നീറ്റൽ അനുഭവപ്പെട്ടു. അവൾ കാൽ പൊന്തിച്ചു. കാൽപാദത്തിന് അടിയിലേക്ക് നോക്കി. അവിടെ സാമാന്യം വലിയൊരു മുള്ള് തറച്ചിരുന്നു. ദേവപ്രിയ വെളിച്ചം കൂടുതൽ കണ്ട ഭാഗത്തേക്ക് മാറി. അവിടെ ഒരു പാറ കണ്ടു. അതിലേക്ക് ഇരുന്നു. മുള്ളു പതുക്കെ വലിച്ചൂരി. അത് ദൂരേക്ക് കളഞ്ഞു. അവിടെ പൊട്ടുപോലെ ചോര കിനിഞ്ഞു നിന്നു. അവൾക്ക് വിഷമം തോന്നി ടോർച്ച് എടുക്കാത്തതിൽ. അഥവാ ടോർച്ചെടുക്കുന്നത് അമ്മയോ മുത്തശ്ശിയോ കണ്ടാൽ എന്ത് വിചാരിക്കും? ദീപാരാധന കഴിഞ്ഞ് ഉടനെ മടങ്ങിയെത്തുന്ന തനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അവൾ പതിയെ എഴുന്നേറ്റു.
മുറിവേറ്റ കാൽ അമർത്തി ചവിട്ടാതെ പതിയെ മുടന്തി മുന്നോട്ട് നടന്നു. നീറ്റൽ ഉണ്ടെങ്കിലും സ്വരൂപിനെ കാണാനുള്ള ആഗ്രഹത്താൽ അതൊന്നും അവൾ വകവെച്ചില്ല. കുറച്ചകലെ കാണുന്ന മരത്തിൽ തലകീഴായി കിടന്ന കടവാതിലിന്റെ കണ്ണുകൾ തിളങ്ങുന്നത് ദേവപ്രിയ കണ്ടു. ആദ്യമൊന്ന് ഭയന്നെങ്കിലും കൂടുതൽ കാര്യമാക്കാതെ അവൾ അതിന്റെ ചുവട്ടിലൂടെ കടന്നുപോയി. രാവിന്റെ സന്തതികൾ അതിന്റെ സമയമായപ്പോൾ കലപില കൂട്ടാൻ തുടങ്ങിയിരുന്നു. മരക്കൊമ്പുകളിൽ ഇരുന്ന അവ പറന്നും തിരികെ വന്നും ദേവപ്രിയയുടെ മനസ്സിന് നേരെ ഭയം വളർത്തി. അവൾ പാലമരം കണ്ടു. അത് തലയെടുപ്പോടെ ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. കുറച്ചുകൂടി അതിനോടടുത്തപ്പോൾ നിഴലനക്കം കണ്ടു. അതെ, തന്റെ പ്രേമഭാജനം. ആ നിഴൽ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു. സ്വരൂപായിരുന്നു അത്. അവൾ അവനെ കണ്ടതും കാലിലെ വേദന മറന്ന് മുന്നോട്ട് ഓടിച്ചെന്നു ആലിംഗനം ചെയ്തു. അവനും അവളെ തന്റെ കൈകളിൽ അമർത്തി. ദീർഘനേരത്തെ നിൽപ്പിന് ശേഷം അവൾ വേദനയോടെ അവനെ നോക്കി. കാൽ പതിയെ ഉയർത്തി. അവനെ മുറിവ് കാണിച്ചു. അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. അവൻ അത് കണ്ട് ഒന്ന് പുഞ്ചിരിച്ചിട്ട് തന്റെ ഇരു കൈകളാൽ അവളെ കുറുകെ എടുത്തുകൊണ്ട് നടന്നു പനമരത്തിന്റെ ചുവട്ടിലേക്ക്. അവളുടെ കാലിൽ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ നീര് കശക്കി തേച്ചു. വേദന അല്പം ശമിച്ചു. അവളെ അവൻ ചുംബനങ്ങൾ കൊണ്ട് മേലാകെ മൂടി. അവൾ കുളിരുകോരി സ്വയം മറന്നിരുന്നു. സ്വന്തം വസ്ത്രങ്ങൾ അഴിഞ്ഞു വീഴുന്നത് ദേവപ്രിയ അറിയുന്ന പോലുമില്ല. അവിടേക്ക് ഒരു ശീതക്കാറ്റ് വന്നു. പനമരത്തിലെ ഓലകളെ അത് തഴുകി നിന്നു. സ്വരൂപ് അർദ്ധനഗ്നനായി. നിഴലുകളുടെ മറവിൽ അവളുടെ നഗ്നമേനി മറയ്ക്കപ്പെട്ടു. അവളുടെ ചുണ്ടുകൾ അവൻ കവർന്നെടുത്തു, പൂവിനെ വണ്ട് നുകരുന്നത് പോലെ. അവിടേക്ക് പറന്നു വന്ന രാപ്പക്ഷികൾ അവരെ കണ്ട് നാണിച്ച് തിരിച്ചുപോയി. അവിടെ ദേവപ്രിയയും സ്വരൂപും ഒന്നാവുകയാണ്. ഇരുട്ടിലൂടെ അവിടേക്ക് ആരെങ്കിലും അറിയാതെ വന്നാലോ? രണ്ടുപേരുടെയും ഭാവി ഇപ്പോൾ യാതൊന്നും അവരുടെ ഓർമ്മയിൽ പോലുമില്ല എന്നതാണ് സത്യം. സീൽക്കാരങ്ങൾ പോലെ അവരുടെ ശ്വാസോച്ഛ്വാസം ഉയർന്നു. അതിന്റെ താളത്തിന് വേഗതയേറി. സംതൃപ്തിയുടെ മുരൾച്ച അവിടെ മുഴങ്ങി. സ്വരൂപ് ദേവപ്രിയയുടെ നഗ്നമായ മാറിടത്തിലേക്ക് തലചായ്ച്ച് കിടന്നു. അവൾ അവന്റെ തലമുടിയിൽ തലോടി. പതിയെ അവൾ പറഞ്ഞു, ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയിൽ നിന്ന് തല്ലു ഉറപ്പാ. നേരം കുറെയായി, എഴുന്നേൽക്ക്. അത് കേട്ട് അവൻ അവളിൽ കൂടുതൽ പറ്റിച്ചേർന്നു. കപടദേഷ്യത്തിൽ അവന്റെ പുറത്തു തട്ടിയിട്ട് അവൾ കൊഞ്ചലോടെ പറഞ്ഞു, എഴുന്നേൽക്ക്, എനിക്ക് പോണം. അങ്ങനെ പറഞ്ഞിട്ട് അവനെ ഒരു വശത്തേക്ക് ചരിച്ചു കിടത്തി. അവൾ വസ്ത്രങ്ങൾ ധൃതിയിൽ എടുത്ത് ധരിച്ചു. മുഖമൊന്ന് അമർത്തി തുടച്ചു. ക്ഷേത്രത്തിൽ നിന്ന് കയ്യിൽ കരുതിയിരുന്ന ചന്ദനം അവൾ നെറ്റിയിൽ തൊട്ടു. ഇപ്പോൾ ദേവപ്രിയയെ കണ്ടാൽ ദർശനം കഴിഞ്ഞു വരുന്ന ഒരു യുവതി എന്നേ പറയൂ. അമ്മയോടും മുത്തശ്ശിയോടും ഏതെങ്കിലും കൂട്ടുകാരിയെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുവെന്നും സംസാരിച്ചു നിന്ന് നേരം പോയത് അറിഞ്ഞില്ലെന്നും പറയാം. സ്വരൂപ് അവളുടെ അണിവയറിലൂടെ ചുറ്റിപ്പിടിച്ചു. നിമിഷങ്ങൾ കൊഴിഞ്ഞു. അവന് മൂത്രശങ്ക തോന്നി. അവളിലുള്ള പിടിവിട്ടിട്ട് അവൻ അവളുടെ നേരെ കുഞ്ഞുവിരൽ ഉയർത്തി. ദേവപ്രിയ പൊട്ടിച്ചിരിച്ചു. അവൻ ജാള്യതയോടെ പനമരത്തിന് അപ്പുറത്തേക്ക് നടന്നു. കുറച്ച് നിമിഷങ്ങൾ. മൂത്രമൊഴിക്കാൻ അപ്പുറത്തേക്ക് പോയ അവൻ എന്തെടുക്കുന്നു? ദേവപ്രിയ സംശയിച്ചു. കുറച്ചു മുൻപ് തന്നോട് അടുത്തിടപെട്ട അവന് ഇത്രയും നാണത്തിന്റെ ആവശ്യമില്ലല്ലോ. അവൾ ചെവി വട്ടം പിടിച്ചു. അനക്കമൊന്നുമില്ല. പെട്ടെന്ന് ആരെയോ വായ പൊത്തിയാൽ ഉണ്ടാകുന്ന ഒരു നേരിയ ശബ്ദം അവൾ കേട്ടു. അതെ, അവൾക്ക് ഭയം തോന്നി. അവനെന്തോ ആപത്ത്. അവളുടെ ഹൃദയത്തിൽ പെരുമ്പറ കൊട്ടി. പതിയെ മറുവശത്തേക്ക് ചെന്നതും വൈദ്യുതി ആഘാതം ഏറ്റതുപോലെ അവൾ സ്തംഭിച്ചു നിന്നു. അത്തരം ഭീകരമായിരുന്നു ആ കാഴ്ച. സ്വരൂപിന്റെ വായിലൂടെ ചോര ചീറ്റുകയാണ്. നാവുമറിഞ്ഞ് താഴേക്ക് ഞാന്നു കിടന്നു. കഴുത്തിനു മുന്നിൽ ഒരു കഠാരയുടെ മുന തിളങ്ങി. അതിൽ ചോര കൊണ്ട് നിറഞ്ഞ് ഇറ്റു വീഴുന്നു. അവൻ വേദന കൊണ്ട് പുളയുകയാണ്. കഠാര അവന്റെ തൊണ്ടക്കുഴിയിൽ തറഞ്ഞു കയറിയതുകൊണ്ടാണ് ഒച്ച പോലും പതിഞ്ഞു പോയത്. അവന്റെ നാക്ക് പിടഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ പുറകിലെ സത്വത്തിന്റെ രൂപം ഇരുട്ടിൽ ഭീമാകാരമായി തോന്നി. അവന്റെ ചോര വീണ് ആ സത്വത്തിന്റെ മുഖവും വ്യക്തമല്ല. ക്രൂരത നിറഞ്ഞ മുഖത്തോടെ അവളുടെ നേരെ നോക്കുകയാണ് ആ മനുഷ്യമൃഗം. കഠാര അവൻ ഒന്നുകൂടി വലത്തേക്ക് തിരിച്ചു. സ്വരൂപിന്റെ കഴുത്തല് ഒടിയുന്ന മരവിപ്പിക്കുന്ന ശബ്ദം. പിന്നെ വീണ്ടും കഠാര ഇടത്തേക്ക് കുറച്ചുകൂടി വേഗത്തിൽ.
മാംസത്തുണ്ട് ഇളകി മുന്നോട്ട് തറയിലേക്ക് വീണു. കഴുത്തിന്റെ മധ്യഭാഗം വലിയൊരു കുഴി പോലെയായി. ചോര ചീറ്റിത്തെറിച്ചു. ദേവപ്രിയയ്ക്ക് തലകറങ്ങി. തന്റെ പ്രാണപ്രിയനെയാണ് ആ ദുഷ്ടൻ മൃഗീയമായി ഉപദ്രവിക്കുന്നത്. താൻ ഇതുവരെ അയാളെ കണ്ടിട്ടില്ല. ഇവിടേക്ക് വന്നതുപോലും കണ്ടില്ല. അതാണ് അത്ഭുതം. അവൾക്ക് ബോധം പതിയെ നശിക്കുന്ന പോലെ തോന്നി. ആ മനുഷ്യമൃഗം അവന്റെ ചെവി മുറിച്ചെടുക്കുകയാണ്. ചോരക്കളം അവിടെ നിറയുന്നു. കുറച്ചു ചോര അവന്റെ കണ്ണിലേക്കും വീണു. ക്രൂരത നിറഞ്ഞ മുഖത്ത് പിന്നെയും രാക്ഷസീയ ഭാവം. ചെവി മുറിഞ്ഞ് തറയിൽ വീണു. സ്വരൂപ് അപ്പോഴേക്കും മരണത്തിന്റെ പിടിയിൽ അമർന്നിരുന്നു. എത്ര ക്രൂരമായ മരണം! അവസാനമായി മണ്ണിലേക്ക് പിടഞ്ഞു വീണ അവനെ മങ്ങിയ കാഴ്ചയോടെ ദേവപ്രിയ കണ്ടു. ആ സത്വം അവന്റെ അരികിലേക്ക് മുട്ടുകുത്തി ഇരുന്നിട്ട് വയർ കഠാര കൊണ്ട് പിളർക്കാൻ തുടങ്ങി. ചോര മുകളിലേക്ക് തെറിച്ചു. മാംസം മുറിയുന്ന ശബ്ദം. കുടൽമാല പുറത്തെടുത്തത് കാണാനുള്ള ശക്തി അപ്പോഴേക്കും നശിച്ച ദേവപ്രിയ ബോധമറ്റ് നിലത്തേക്ക് വീണു. നിലാവിനെ മൂടി കാർമേഘം. അവിടെ മഴയുടെ ലക്ഷണം കാണാൻ തുടങ്ങി. ഏതോ അദൃശ്യ ശക്തിയുടെ പ്രേരണ പോലെയായിരുന്നു അപ്പോഴുള്ള കാലാവസ്ഥ. സ്വരൂപിന്റെ തുരന്നെടുത്ത കണ്ണുകളിലൂടെ ചോര ചാലിട്ടൊഴുകി. ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും ക്രൂരത നിറഞ്ഞ മരണം. അവന്റെ ഉടലുകൾ മണ്ണിലൂടെ ഇഴഞ്ഞു നീങ്ങപ്പെടുന്നു. അത് ആ സത്വം ചെയ്യുന്ന പ്രവൃത്തിയാണ്. അത് കടന്നു പോകുന്ന ഇടമെല്ലാം ചോരക്കളമാണ്. മഴ ഇരമ്പി. അവിടേക്ക് പെയ്യാൻ തുടങ്ങി. അതിന്റെ ശക്തി ഇരട്ടിക്കുന്നു. ചോരയുടെ അടയാളങ്ങൾ പതിയെ മാറുന്നു. ആരോ മായ്ക്കുന്ന പോലെ. ആകാശത്ത് ഉഗ്രമായ ഒരു വെള്ളിടി വെട്ടി. ഭൂമി കുലുങ്ങിയ പോലെ. പക്ഷേ ആ മഴ കുറച്ചു നേരമേ നിന്നുള്ളൂ. നങ്ങേലി മുത്തശ്ശി മകളായ ശ്രീദേവിയെ വിളിച്ചു. മോളെ, പ്രിയയെ കണ്ടില്ലല്ലോ. ഈ കൊച്ചെന്താ ഇത്രയും താമസിക്കുന്നത്? ശ്രീദേവിക്കും അല്പം പേടി തോന്നി തുടങ്ങി. പക്ഷേ സുഖമില്ലാത്ത അമ്മയെ കൂടുതൽ ഭയപ്പെടുത്തേണ്ട എന്ന് കരുതി ഒന്നും പുറത്തു കാട്ടിയില്ല. തന്നെയുമല്ല, ദേവപ്രിയയ്ക്ക് അറിയാത്ത ഇടമല്ലല്ലോ. വഴിയും മോശമല്ല. ഏതെങ്കിലും കൂട്ടുകാരിയുമായി സംസാരിച്ചു നിൽപ്പുണ്ടാവും. ഇന്നിങ്ങി വരട്ടെ, നോക്കിക്കോ, അവൾ മനസ്സിൽ ആലോചിച്ചു. നേരം കടന്നു പോകുന്തോറും ശ്രീദേവിയുടെ മനസ്സിൽ ചില ആപശങ്കകൾ തോന്നാൻ തുടങ്ങി. അവൾ ലാൻഡ് ഫോണിന് അടുത്തേക്ക് ചെന്നു. റിസീവർ കയ്യിലെടുത്തിട്ട് സഹോദരൻ വിജയന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ബെല്ലുകൾക്ക് ശേഷം അയാൾ ഫോൺ എടുത്തു. കാര്യങ്ങൾ കേട്ട് ഉടനെ അവിടെ എത്താമെന്ന് വിജയൻ പറഞ്ഞു. എന്നിട്ടും ശ്രീദേവിയുടെ ഭയം മാറിയില്ല. പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്. വരുന്ന വഴിയിൽ ഇനി എന്തെങ്കിലും അപകടം? അവൾ ചിന്താഭാരത്തോടെ കട്ടിലിലേക്ക് ഇരുന്നു. നേരം ഇഴഞ്ഞു നീങ്ങി. ശ്രീദേവി ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കതകിൽ ആരോ തട്ടുന്ന ശബ്ദം. അവൾ പിടഞ്ഞെഴുന്നേറ്റു. മകളായിരിക്കും വന്നതെന്ന് കരുതി വാതിൽ തുറന്നപ്പോൾ വിജയൻ നിൽക്കുന്നു. അയാളുടെ മുഖത്ത് ദുഃഖം. അവൾ വഴിയൊഴിഞ്ഞു നിന്നു. അയാൾ അകത്തേക്ക് കയറിയിട്ട് ചോദിച്ചു, ചേട്ടത്തി, ഞാൻ അമ്പലത്തിൽ പോയി അന്വേഷിച്ചു. അവൾ അവിടുന്ന് പോന്നു എന്നാണ് പൂജാരി പറഞ്ഞത്. അവൻ അവളുടെ ക്ലാസ്മേറ്റാണ്. തിരിച്ച് ഞാൻ വയലിന്റെ അവിടെയൊക്കെ നോക്കി. എങ്ങും അവളില്ല. എന്തോ കുഴപ്പമുണ്ട് ചേട്ടത്തി. ചേട്ടൻ ഇന്ന് വരില്ല അല്ലേ? തൽക്കാലം നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. ഇത് പറഞ്ഞിട്ട് അയാൾ ഫോണിന്റെ റിസീവർ കയ്യിലെടുത്തു. സമയം കടന്നു പോകുന്നു. ആകാശത്ത് ചന്ദ്രൻ തിളങ്ങി നിൽക്കുന്നു. മരങ്ങൾ തിങ്ങി നിറഞ്ഞ പ്രദേശം. പകൽ പോലും അവിടേക്ക് ആളുകൾ വരാൻ മടിക്കും. ഇല വീണാൽ പോലും കേൾക്കാവുന്ന നിശബ്ദത. അവിടെ നിന്ന് ആരെങ്കിലും നോക്കുകയാണെങ്കിൽ കുറച്ചകലെയായി ഇരുട്ടിനെ കമ്പളമായി പുതച്ചു നിൽക്കുന്ന കെട്ടിടം. മരങ്ങൾക്കിടയിലാണ് അതിന്റെ സ്ഥാനം. അവിടേക്ക് അരിച്ചെത്തുന്ന നിലാവെളിച്ചം. എന്നിട്ടും അതിനെ മങ്ങിയെ കാണാൻ കഴിഞ്ഞുള്ളൂ. അസാമാന്യ വലുപ്പം ആ കെട്ടിടത്തിനുണ്ട്. പഴയ മാതൃകയിലുള്ളതാണ് അതിന്റെ നിർമ്മാണം. അതിന്റെ ചില്ലു ജനാലയിൽ കൂടി കുറച്ച് വെളിച്ചം പുറത്തേക്ക് തെളിഞ്ഞു. ആ കാഴ്ച കുറച്ചുകൂടി അതിന്റെ ഭീകരത വർദ്ധിപ്പിച്ചു. പ്രകാശം മങ്ങിയും തെളിഞ്ഞും നിന്നു. അകലെ നിന്നും എന്തോ വരുന്നതിന്റെ അലോസരപ്പെടുത്തുന്ന ഭീകരമായ ശബ്ദം. അത് കടവാതിലുകളായിരുന്നു. 100 കണക്കിനുണ്ട് അവയുടെ എണ്ണം. അലറിക്കരഞ്ഞ് പാഞ്ഞെത്തി. ആ രാക്ഷസ കോട്ടയുടെ മുകളിൽ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. കുറച്ചു മുൻപുണ്ടായിരുന്ന നിശബ്ദതയെ കീറിമുറിച്ച് അവിടെ ശബ്ദകോലാഹലമായി. ചിലത് പറന്ന് വെളിച്ചം കണ്ടിരുന്ന ജനാലയുടെ പടിയിൽ വന്നിരുന്ന് ഒച്ചയെടുത്തു. അതിന്റെ കണ്ണുകൾ തിളങ്ങി.
വായിൽ നിന്നും ചോര ഇറ്റു വീണുകൊണ്ടിരുന്നു. ദേവപ്രിയ കണ്ണുകൾ ചിമ്മിത്തുറന്നു. അവൾക്ക് സ്ഥലകാലബോധം ആദ്യമുണ്ടായില്ല. പൊടി നിറഞ്ഞ വെറും നിലത്ത് കിടക്കുകയാണ്. തണുപ്പ് കുറേശ്ശെ ശരീരത്തിലേക്ക് ബാധിക്കുന്നുണ്ട്. അവൾ അവിടമാകെ ഒരവലോകനം നടത്തി. എല്ലാം വളരെ അവ്യക്തമായി കാണാമെന്നേയുള്ളൂ. ചെറിയ ഊതവെളിച്ചം കടന്നു വരുന്നുണ്ട്. കൈ ചലിപ്പിക്കാൻ ശ്രമിച്ചു. എന്തോ കൊണ്ട് ബന്ധിച്ചതുപോലെ. ഇരു കൈകളും ചലിക്കുന്നില്ല. അവൾ കാലുകളിലേക്ക് നോക്കി. അവിടെയും ബന്ധനത്തിലാണ്. ചുണ്ടുകൾ ചലിപ്പിച്ചു. എന്തോ അവിടെ ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. വായ വലിച്ചു തുറന്നു. നാവ് നീട്ടി ചുണ്ടുകൾ നനച്ചു. അവൾക്ക് വല്ലാത്തൊരു ചുവർപ്പ് അനുഭവപ്പെട്ടു. അതെ, പച്ചച്ചോരയുടെ ഗന്ധം. അവൾ ഉഗ്രമായി ഓക്കാനിച്ചു. വായിൽ നിന്നും ഛർദിലൂടെ കൊഴുത്ത ദ്രാവകം പുറത്തേക്ക് തെറിച്ചു. അത് കണ്ട് ഉഗ്രമായി അവൾ ഞെട്ടി. തറയിലേക്ക് നോക്കി. വിശ്വാസം വരുന്നില്ല. അവിടെ നിറയെ കട്ടച്ചോര. അവൾ നാവ് ചലിപ്പിക്കാൻ നോക്കി. സംസാരിക്കാൻ കഴിയുന്നില്ല. പിന്നെയും ദേവപ്രിയ ഉഗ്രമായി നടുങ്ങി. സ്വന്തം നാവ് പകുതി മുറിഞ്ഞ് അല്പമകലെ വെളിച്ചം കാണാവുന്ന അടുത്തായി കിടക്കുന്നു. ഇത് കണ്ട് അവളുടെ കണ്ണുകളിൽ നിന്നും വെള്ളമൊഴുകി. കുറേശ്ശെ ധൈര്യം സംഭരിച്ചു. അവൾക്ക് ഉറക്കെ നിലവിളിക്കണമെന്നുണ്ട്. പക്ഷേ നാവില്ലാതെ എങ്ങനെ അത് സാധിക്കും? അവൾ നിസ്സഹായ അവസ്ഥയിൽ അവിടെ കിടന്നു. ഏതായാലും ഇനി സ്വരൂപിനെ കാണാൻ കഴിയില്ല. അവനെ ആ വേട്ടമൃഗം കൊന്നില്ലേ? അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. സ്വന്തം നാവ് നഷ്ടപ്പെട്ടത് അവൾക്ക് ഓർമ്മ കിട്ടുന്നില്ല. വേദനിക്കാതെ എങ്ങനെ തന്റെ അവയവം നഷ്ടപ്പെട്ടു? ഒരു പക്ഷേ വേദനയിൽ അതൊക്കെ താൻ മറന്നോ? അവൾ ഓർക്കാൻ ശ്രമിച്ചു. എന്തൊരു ക്രൂരനാണ് അയാൾ! ഒരു മനുഷ്യജീവിയോട് കാണിക്കാൻ പാടില്ലാത്ത ക്രൂരത. എത്രമാത്രം വേദന സ്വരൂപ് അനുഭവിച്ചു കാണണം. എങ്ങനെ ഇവിടെ നിന്നും രക്ഷപ്പെടും? തനിക്കതിന് സാധിക്കുമോ? അവൾക്ക് അപ്പോഴും അവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടണമെന്നായിരുന്നു ആഗ്രഹം. ഇനി ആ മൃഗം ഇവിടേക്ക് വരുമ്പോൾ എന്തൊക്കെ വേദനയായിരിക്കും തനിക്ക് അനുഭവിക്കേണ്ടി വരുന്നത്? അതോർത്തപ്പോൾ അവളുടെ ഉള്ളൊന്ന് കിടുങ്ങി. അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. ശരീരത്തിൽ നിന്നും ധാരാളം ചോര നഷ്ടമായിട്ടുണ്ട്. തനിക്ക് സ്വരൂപ് മരിച്ചതിനു ശേഷമുള്ള കാര്യങ്ങൾ ഓർമ്മ കിട്ടുന്നില്ല. പതിയെ അവളുടെ ബോധം മറഞ്ഞു. ആ വലിയ മുറിയിൽ ചീവീടുകളുടെ കാത് തുളയ്ക്കുന്ന ശബ്ദം ഉയർന്നു കേട്ടു. അതേ നേരത്ത് തന്നെ ആ മുറിയുടെ വേറൊരു ഭാഗത്തു നിന്നും ആരുടെയോ മുരൾച്ച കേൾക്കാമായിരുന്നു. ആരായിരിക്കും അത്? പുറത്തു വലിയ വാതിലുകൾ തുറന്നടയുന്ന ഭീതി ജനിപ്പിക്കുന്ന ശബ്ദം. അകത്തേക്ക് വലിയ കാലടികളുടെ പാദപതനങ്ങൾ. ദേവപ്രിയ കിടന്ന മുറിയുടെ വാതിലുകൾ പതിയെ എന്ന ഒച്ചയോടെ തുറന്നു. അവിടേക്ക് ചുവന്നു കലങ്ങിയ കണ്ണുകൾ തെളിഞ്ഞു. നേത്രങ്ങൾ അതിദ്രുതം അവിടെയാകെ ചലിച്ചു. നാവുകൾ നൊട്ടി നുണഞ്ഞുള്ള മനമടുപ്പിക്കുന്ന ശബ്ദം. ആ സ്വത്വം തല പിൻവലിച്ചു. വാതിലുകൾ ചേർന്നടഞ്ഞു. രാത്രിയുടെ യാമങ്ങൾ കൊഴിഞ്ഞു. പ്രഭാതം. ഗോവിന്ദൻ വീട്ടിലേക്ക് നടന്നു. വഴിവക്കിൽ നിന്നിരുന്ന പാൽക്കാരൻ മൊയ്തൂട്ടി അയാളെ കണ്ട് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഗോവിന്ദ, നിന്റെ വീട്ടിൽ നിന്ന് ഇന്ന് പാല് മേടിക്കാൻ പ്രിയമോള് വന്നില്ലല്ലോ. പുറത്തേക്ക് ആരെയും കണ്ടതുമില്ല. വിജയന്റെ കാർ മുറ്റത്തെ കോണിയിൽ കിടക്കണത് ഞാൻ അവിടെ ചെന്നപ്പോ കണ്ടു. വാതിൽ അടഞ്ഞു കിടന്നു. പത്രമൊക്കെ പുറത്ത് പടിക്കെട്ടി കിടപ്പുണ്ട്. ഞാൻ കുറെ വിളിച്ചു നോക്കി. പട്ടണത്തിൽ ഇന്നലെ പോയത് ഞാൻ കണ്ടല്ലോ നിന്നെ. സാധാരണ രാവിലെ ഇവിടെ എത്തുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഇവിടെ കാത്തു നിന്നത്. അടുത്തെങ്ങും വീടില്ലാത്തത് കൊണ്ട് ആരോട് പറയും? ഇത് കേട്ട് ഗോവിന്ദൻ പരിഭ്രമിച്ചു. അയാൾ വേഗത്തിൽ മുന്നോട്ട് നടന്നു. എന്തോ അത്യാഹിതം സംഭവിച്ചിരിക്കുമോ എന്നയാൾ ഭയപ്പെട്ടു. ഒന്നും സംഭവിക്കരുതേ എന്ന് അയാൾ പ്രാർത്ഥിച്ചു. അയാളുടെ പുറകെ മൊയ്തുവും ഉണ്ടായിരുന്നു. ഇരുവരും പടിക്കെട്ടുകൾ കയറി മുറ്റത്തെത്തി. ഗോവിന്ദൻ വീട്ടിലേക്ക് കണ്ണുകൾ പായിച്ചു. വാതിലുകൾ അടഞ്ഞ് കിടപ്പുണ്ട്. തൊട്ടപ്പുറത്ത് വിജയന്റെ ഫിയറ്റ് കാർ കിടക്കുന്നു. വീടിന്റെ മുന്നിലെ വാതിലിൽ തട്ടി അയാൾ ഉറക്കെ വിളിച്ചു, ദേവി, ദേവി, കതക് തുറക്ക്. മോളെ പ്രിയേ, കതക് തുറക്ക്, അച്ഛനാണ്. അകത്തുനിന്നും പ്രതികരണമില്ല. മൊയ്തു ഉടനെ പറഞ്ഞു, നോക്കി നിൽക്കണ്ട, നമുക്ക് വാതിൽ ചവിട്ടി തുറക്കാം, അല്ലാതെ രക്ഷയില്ല. ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ടയാൾ കുറച്ചു പുറകോട്ട് പോയിട്ട് മുന്നോട്ട് വാതിൽ ആഞ്ഞു തുറക്കാൻ ശ്രമിച്ചു. അകത്ത് സാക്ഷ ഇട്ടിരിക്കുന്നതിനാൽ തുറക്കാൻ ആദ്യത്തെ ശ്രമത്തിൽ നടന്നില്ല.
പിന്നെയും നാലാമത്തെയോ അഞ്ചാമത്തെയോ ശ്രമത്തിലാണ് അവർക്ക് വാതിലിന്റെ വിജാഗിരി തകർത്ത് അകത്തേക്ക് കയറാൻ സാധിച്ചത്. ആദ്യം മുറിയിലേക്ക് കാലെടുത്ത് വെച്ചത് ഗോവിന്ദനായിരുന്നു. മുറിയിലെ സാധന സാമഗ്രികൾക്ക് കുറെയൊക്കെ സ്ഥാനമാറ്റം സംഭവിച്ചിട്ടുണ്ട്. മേശയുടെ ഡ്രോ തുറന്നു കിടപ്പുണ്ട്. കടലാസുകൾ ചിതറി അവിടെയാകെ അലങ്കോലമാക്കി. മുന്നോട്ട് പതിയെ ചുവടുകൾ വെച്ച ഗോവിന്ദൻ മറ്റൊരു കാഴ്ച കണ്ടു. അവിടെ എവിടെയായി ചോരപ്പാടുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു. അയാൾക്ക് നാവുകൾ ചലിക്കുന്നില്ല. മൊയ്തുവിന്റെ അവസ്ഥയും ഏതാണ്ട് ഇതുപോലെ തന്നെയായിരുന്നു. വിറയ്ക്കുന്ന കാലുകളോടെ മുന്നോട്ട് ചലിച്ച ഗോവിന്ദൻ എന്തോ കണ്ട് ഭയന്നു. കണ്ണുകൾ തുറച്ചു അതിലേക്ക് നോക്കി. ഏതോ മാംസകഷണം പോലെ തോന്നിച്ചു. അതിലേക്ക് സൂക്ഷിച്ചു നോക്കി അയാൾ ഭയന്ന് പുറകോട്ട് മാറി മൊയ്തുവിന്റെ മൂക്കിൽ അയാളുടെ തലയിടിച്ചു. മൊയ്തുവിന് നന്നായി വേദനിച്ചു. ഗോവിന്ദൻ തളർന്നു അടുത്തു കണ്ട കസേരയിൽ ഇരുന്നു. മൊയ്തു ആ മാംസകഷ്ണത്തിലേക്ക് നോക്കി. മുറിഞ്ഞ് ചോര കിനിയുന്ന മൂക്ക്, അതിന്റെ ഇടതുവശത്ത് തിളങ്ങുന്ന മൂക്കുത്തി. അത് തന്റെ ഭാര്യയുടേതാണെന്ന് തിരിച്ചറിയാൻ അയാൾക്ക് കൂടുതൽ നേരം വേണ്ടി വന്നില്ല. മൊയ്തുവിന്റെ തല കറങ്ങി. അടുത്ത മുറിയിലേക്ക് പ്രവേശിച്ച ഗോവിന്ദൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത കാഴ്ചയാണ് കണ്ടത്. കൈകൾ വേർപെട്ട നിലയിൽ സ്വന്തം അനുജൻ വിജയൻ. അവന്റെ തൊണ്ടയിൽ തിളങ്ങുന്ന കഠാര. കണ്ണുകൾ ഇല്ലായിരുന്നു ആ മൃതദേഹത്തിന്. അതിനടുത്തായി ഭാര്യ ശ്രീദേവി. അയാൾക്ക് നിയന്ത്രണം നഷ്ടമായി. ഗോവിന്ദൻ അലറിക്കരഞ്ഞു. ഭാര്യയുടെ ജഡത്തിന് നേർക്ക് വീണു. അയാളുടെ കൈകൾ ചോരയിൽ കുളിച്ച പോലെയായി. നെഞ്ചിന് നെടുകെ പിളർന്ന നിലയിലായിരുന്നു ശ്രീദേവി. ഒരു സ്ത്രീയോട് ചെയ്യുന്ന ഏറ്റവും ക്രൂരത നിറഞ്ഞ പ്രവൃത്തി. ലാൻഡ് ഫോണിലെ റിസീവർ നിലത്തേക്ക് കിടപ്പുണ്ടായിരുന്നു. അതിന്റെ വയർ ഞാന്നു കിടന്നു. നങ്ങേലി മുത്തശ്ശിയുടെ മുറിയിലെത്തിയ ഗോവിന്ദൻ ബോധമില്ലാതെ കിടക്കുന്ന അവരെ വിളിച്ചുണർത്തി. അവർ പറയുന്നത് തന്റെ മുറിയിലേക്ക് ഒരു കറുത്ത ഭീകരൻ വന്നിരുന്നു എന്നാണ്. ഇരുട്ടും കണ്ണിലുള്ള കാഴ്ചക്കുറവും കാരണം തനിക്ക് ആളെ മനസ്സിലായില്ല. അത് തന്റെ നേർക്ക് ഏതോ പൊടി പോലെയൊന്ന് എറിഞ്ഞു. അതിനുശേഷം തന്റെ ബോധം മറഞ്ഞുവെന്ന് അവർ അയാളോട് പറഞ്ഞു. കൂടാതെ ദേവപ്രിയ ഇന്നലെ വീട്ടിൽ തിരിച്ചെത്തിയില്ല എന്ന വാർത്ത കേട്ട് ഗോവിന്ദൻ ഞെട്ടി. അതുമായി ഇതിനെന്തോ ബന്ധമുള്ളതായി അയാൾക്ക് തോന്നി. ഗോവിന്ദൻ മനസാന്നിധ്യം കൈവരിച്ചു. അതുകൊണ്ട് മുറിയിലെ ഒരു കാര്യവും അയാൾ വൃദ്ധയോട് പറഞ്ഞില്ല. ഒരു പക്ഷേ അതവർക്ക് കൂടുതൽ എന്തെങ്കിലും ആപത്ത് വരുത്തിയാലോ എന്ന് കരുതി അകന്നു നിന്നാണ് അയാൾ നങ്ങേലിയോട് സംസാരിച്ചത്. ഒരു പക്ഷേ ചോരയുടെ ഗന്ധം അവർ തിരിച്ചറിഞ്ഞാലോ? തന്റെ മകളുടെ തിരോധാനം അയാളെ കൂടുതൽ ചിന്താക്കുഴപ്പത്തിലാക്കി. മൊയ്തു ഉടനെ പോലീസിൽ വിവരമറിയിക്കാൻ ഗോവിന്ദനോട് നിർദ്ദേശിച്ചു. വിവരമറിഞ്ഞ് നാട്ടുകാർ അവിടെ ഒഴുകിയെത്തി. അപ്പോഴേക്കും പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടത്തി. ദേവപ്രിയയുടെ തിരോധാനം അന്വേഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പോലീസിനോട് നങ്ങേലി മുത്തശ്ശിയുടെ ആരോഗ്യകാര്യം പറഞ്ഞതിനാൽ പോലീസ് അവരോട് ഒന്നും ചോദിക്കാൻ പോയില്ല. നേരം കടന്നുപോയിക്കൊണ്ടിരുന്നു. അന്നത്തെ ദിവസം വെള്ളം പോലും കുടിക്കാതെ ഗോവിന്ദൻ എല്ലായിടത്തും ദേവപ്രിയയെ അന്വേഷിച്ചു. എങ്ങും അവളെ കണ്ടവരാരും ഇല്ലായിരുന്നു. രാവിലെ എല്ലാവരും കാര്യമെന്തെന്നറിയാതെ ഗോവിന്ദന്റെ വീട്ടിൽ എത്തുമ്പോഴും അവർക്കൊപ്പം ഒരാൾ മാത്രം ഇതെല്ലാം കണ്ടുകൊണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ നിഗൂഢമായ പുഞ്ചിരിയോടെ നിൽക്കുന്നത് ഗോവിന്ദനോ ജനങ്ങളോ കാണുന്നുണ്ടായിരുന്നില്ല. അനുജന്റെയും ഭാര്യയുടെയും ശരീരങ്ങൾ അഗ്നിയിൽ അമരുന്നത് കണ്ണീരോടെ ഗോവിന്ദൻ നോക്കി നിന്നു. ഇരുട്ടിലേക്ക് മാറി നിന്ന് ആനന്ദിക്കുന്ന ആ കറുത്ത രൂപം, അവനാണ് ഇതിനെല്ലാം കാരണം. ചുവന്ന കണ്ണുകൾ ഗോവിന്ദനെ ഒഴിഞ്ഞിട്ട് അവൻ പതിയെ പടിക്കെട്ടുകൾ ഇറങ്ങി വയൽ വരമ്പിലൂടെ നടന്നു. ആളുകളും ബഹളങ്ങളും ഇല്ലാത്ത ഒരു കോണിൽ എത്തിയപ്പോൾ അവൻ കൊടുങ്കാറ്റ് പോലെ ഇരുട്ടിലൂടെ ഊളിയിട്ടു. ഗോവിന്ദൻ ചാരുകസേരയിൽ കണ്ണുകൾ അടച്ച് കിടക്കുകയാണ്. അവിടേക്ക് ഇളയ അനുജന്റെ ഭാര്യ അഞ്ജലി അവനെ കഞ്ഞി കുടിക്കാനായിട്ട് വിളിക്കാൻ അരികിലേക്ക് എത്തി. അറിയാതെ അവളുടെ കണ്ണുകൾ ഗോവിന്ദന്റെ തൊട്ടടുത്തിരുന്ന ഒരു ചെറിയ ചെല്ലപ്പെട്ടിയിലേക്ക് പതിഞ്ഞു. നേരത്തെ അങ്ങനെയൊന്ന് അവിടെ ഇരിപ്പില്ലായിരുന്നു. അവൾ ചേട്ടനെ വിളിച്ചു. ഒരു നെടുവീർപ്പോടെ ഗോവിന്ദൻ കണ്ണു തുറന്നു. അരികിൽ അഞ്ജലി. അവൾ വ്യസനത്തോടെ അയാളോട് പറഞ്ഞു, ഏട്ടാ വാ, ഇത്തിരി കഞ്ഞിയെങ്കിലും കുടിക്ക്. രാവിലെ തൊട്ട് ഇപ്പോഴും ഒന്നും കഴിച്ചില്ലല്ലോ. അതിന് അയാൾ അലസമായി ഒന്ന് നിവർന്നിട്ട് പറഞ്ഞു, വേണ്ട അഞ്ജു, നിങ്ങൾ കഴിക്ക്. കുട്ടികളൊന്നും കഴിച്ചില്ലല്ലോ, എനിക്കൊന്നും വേണ്ട. അയാൾ എന്നിട്ട് കസേരയിലേക്ക് ചാരിയിരുന്നു. അഞ്ജലി എന്തോ ഓർത്തിട്ട് ആ ചെറിയ ചെല്ലപ്പെട്ടി കയ്യിലേക്ക് എടുത്തു.
എന്നിട്ട് ഗോവിന്ദനോട് ചോദിച്ചു. ഏട്ടാ, ഈ ചെല്ലം ഇവിടത്തെയാണോ? ഗോവിന്ദൻ അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, അല്ല. അയാൾക്ക് ആശ്ചര്യം. അതാ ഏട്ടാ ഞാൻ ചോദിച്ചത്. രാവിലെ വന്നപ്പോഴൊന്നും ഇത് ഇവിടെ കണ്ടില്ല. ഞാൻ ദേവി ചേച്ചിയുടെ കർമ്മത്തിന് ഇവിടാണല്ലോ നിന്നിരുന്നത്. അപ്പോഴൊന്നും ഇങ്ങനെയൊന്നും ഞാൻ കണ്ടതേയില്ല. പറഞ്ഞിട്ട് അഞ്ജലി അത് ഗോവിന്ദന്റെ കയ്യിൽ കൊടുത്തു. അയാൾ അത് തുറന്നു. അറിയാതെ അയാളുടെ തൊണ്ടയിൽ നിന്ന് ഒരാർത്തനാദം ഉയർന്നു. കൂടെ അഞ്ജലിയുടെ നിലവിളിയും. അകത്തുള്ള കുടുംബാംഗങ്ങൾ കാര്യമറിയാതെ പുറത്തേക്ക് കുതിച്ചു. ഗോവിന്ദന്റെ ദൃഷ്ടി ആ ചെറിയ വസ്തുവിലേക്ക് പതിഞ്ഞു. ആ ചെല്ലത്തിന്റെ ഉള്ളിൽ ഒരു മനുഷ്യന്റെ മുറിഞ്ഞുപോയ നാവ്, കൂടെ ഒരു ചുരുട്ടിയ കടലാസം. അതിൽ ചോര പറ്റിപ്പിടിച്ചിരുന്നു. ചെല്ലം പതിയെ അയാളുടെ കയ്യിൽ നിന്ന് വഴുതി താഴേക്ക് വീണു. തറയിലേക്ക് പതിച്ച കടലാസിന്റെ ചുരുൾ. അവിടേക്ക് കുസൃതിയോടെ ഓടിവന്ന അഞ്ജലിയുടെ മൂത്ത മകൻ ആദിക്കുട്ടൻ ആ കടലാസ് ചുരുൾ എടുത്ത് ഗോവിന്ദന് കൊടുത്തു. ചെറിയ കുട്ടിയായ അവന് കാര്യത്തിന്റെ ഗൗരവം അറിയില്ലല്ലോ. അയാൾ ആ കടലാസ് ചുരുൾ നിവർത്തി. അതിലെ വാചകങ്ങളിലൂടെ കണ്ണുകൾ ഓടിച്ചു. അതിലെഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു: നിന്റെ ഭവനത്തിൽ ഇനി നീ മാത്രമാണ് അവശേഷിക്കുന്നത്. പോരാ, നിന്റെ ചുറ്റിലുമുള്ള ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല. നീ എന്നെ നേരിൽ കാണുന്ന ദിനം നിന്റെ അവസാന ദിനമായിരിക്കും. കൂടെയുള്ള നാവ് നിന്റെ സ്വന്തം ചോരയുടെ തന്നെയാണ്. മനസ്സിലായില്ല അല്ലേ? നിന്റെ മകളുടെ, ദേവപ്രിയയുടെ. ഞാൻ ആരെന്ന് നിനക്കിപ്പോൾ ഊഹിക്കാൻ കഴിയില്ല. നിനക്കൊപ്പം തന്നെ എപ്പോഴും കാണും എന്റെ കണ്ണുകൾ. നിനക്ക് ഒരിക്കലും ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും ഇനി. കടലാസിലെ വാചകം അവസാനിച്ചു. ഗോവിന്ദൻ ചലനമറ്റ ജഡം കണക്കെ ഇരുന്നു. അഞ്ജലി കാര്യമറിയാതെ കടലാസ് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് കണ്ണോടിച്ചു. അവളും സ്തബ്ധയായി. വീട്ടിലുള്ള മറ്റു ബന്ധുക്കളെ കാണിക്കുന്നത് അവൾ തന്ത്രപൂർവം ഒഴിവാക്കി. കടലാസിൽ പറയുന്നത് മുഴുവൻ ഭീഷണിയാണ്. പോലീസിൽ ഏൽപ്പിക്കുകയാണ് ആദ്യം വേണ്ടത്. ബന്ധുക്കൾ അറിഞ്ഞാൽ ഒരു പക്ഷേ വേറൊരു കണ്ണുകൊണ്ടായിരിക്കും ഈ സംഭവം വ്യാഖ്യാനിക്കുക. ചെല്ലപ്പെട്ടി പതിയെ അവൾ അടച്ചു. നാവ് ഉണങ്ങി അതിൽ പറ്റി പിടിച്ചിരുന്നതിനാൽ പുറത്തേക്ക് തെറിച്ചിരുന്നില്ല. അത് ഭാഗ്യമായി. മറ്റുള്ളവരോട് ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അവൾ ചെല്ലവുമായി അകത്തെ മുറിയിലേക്ക് പോയി. ബന്ധുക്കളിൽ ചിലർ ഇന്ന് തന്നെ മടങ്ങുകയാണ്. നേരമിരട്ടി ഇനി നാളെ പോകാമെന്ന് അഞ്ജലിയും ഗോവിന്ദനും പറഞ്ഞെങ്കിലും അവർ നിന്നില്ല. ഒരു കണക്കിന് പോയത് നന്നായി. അഞ്ജലി വേഗം അകത്തെ മുറിയിൽ കയറി ലാൻഡ് ഫോൺ ഇരിക്കുന്ന ഭാഗത്ത് ചെന്ന് റിസീവർ കയ്യിലെടുത്തു. പോലീസ് സ്റ്റേഷനിലേക്ക് നമ്പർ ഡയൽ ചെയ്തു. പിറ്റേന്ന് പ്രഭാതം. പോലീസ് കടലാസ് പരിശോധിച്ചു. അവർ അതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് വാക്ക് നൽകി. ദേവപ്രിയയെ ജീവനോട് തന്നെ തിരികെ ഏൽപ്പിക്കുമെന്ന് SI മോഹൻദാസ് ഫോണിലൂടെ ഉറപ്പു നൽകി. ഗോവിന്ദൻ നിർവികാരമായി എല്ലാം കേട്ടുനിന്നു. അയാൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവമേ, എന്റെ മോളെ ജീവനോടെ തന്നെ തിരികെ തരണേ. ആളുകൾ പലരും പല വിധത്തിലാണ് ഗോവിന്ദന്റെ കുടുംബത്തിൽ നടന്ന കൊലയെക്കുറിച്ച് പറഞ്ഞത്. മോളുടെ അവിഹിതം കണ്ട അമ്മയെയും ചെറിയച്ഛനെയും അവളും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയെന്നും, അതല്ല, അമ്മയുടെയും കാമുകന്റെയും അവിഹിതം കയ്യോടെ പിടികൂടിയ ഗോവിന്ദനാണ് കൊന്നതെന്നും, മകളെ വേറൊരു സ്ഥലത്തേക്ക് കടത്തിയത് ഗോവിന്ദനാണെന്നും മറ്റു ചിലർ. ഗോവിന്ദൻ നല്ലവനാണ്, ഇങ്ങനെ ചെയ്യില്ലെന്ന് ഒരു കൂട്ടർ. പക്ഷേ ഇവരെല്ലാം ഗോവിന്ദന്റെ വീട്ടിൽ ചെന്നപ്പോൾ ദുഃഖം നടിക്കുകയും ചെയ്തവരാണ് എന്നതാണ് വിരോധാഭാസം. അന്നത്തെ പകൽ പെട്ടെന്ന് കടന്നുപോയി. അർദ്ധരാത്രി. മരക്കൂട്ടങ്ങൾക്ക് നടുവിലുള്ള ഭീകര കെട്ടിടം. അവിടെ കടവാതിലുകൾ വട്ടമിട്ട് പറക്കുന്നു. അവിടെ നിന്നും മണിമുഴക്കങ്ങളുടെ നാദം പുറത്തേക്ക് ബഹിർഗമിച്ചു. ആരുടെയോ അട്ടഹാസം അവിടെ മുഴങ്ങി. പന്തങ്ങൾ കൊളുത്തി ചുറ്റും പകൽ പോലെ പ്രകാശം ജ്വലിച്ചു. കെട്ടിടത്തിന്റെ ഉൾവശം ഹോമകുണ്ഠം എരിയുകയാണ്. അതിന് ഇടതും വലതും ചെറിയ പന്തങ്ങൾ. ഹോമം നടക്കുന്നതിന്റെ അരികിലായി സ്വരൂപിന്റെ ജീവനെടുത്ത വേട്ടമൃഗം. അയാളുടെ നാവിൽ നിന്നും അഥർവ മന്ത്രങ്ങൾ അസ്പഷ്ടമായി ഒഴുകുകയാണ്. തെള്ളിപ്പൊടി ഇടയിൽ ഹോമത്തിലേക്ക് വിതറുന്നു. അയാൾ കണ്ണുകൾ തുറന്നു. കോപം കൊണ്ട് ചുണ്ടുകൾ വിറച്ചു. എന്നിട്ട് ഉറക്കെ പറഞ്ഞു, എന്റെ ഇത്രയും പ്രയത്നം പോരായിരിക്കും നിനക്ക്, അല്ലേ? ഇതാ എന്റെ ചോര കൂടി ഞാൻ ഇതിലേക്ക് സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവൻ സ്വന്തം ഇടത് കൈത്തണ്ട മൂർച്ചയേറിയ കഠാര കൊണ്ട് നെടുകെ കീറി. അസ്ഥിയോളം മുറിവുണ്ടായി. വേദനയല്ല അവന് തോന്നിയത്, ഒരുതരം ആനന്ദം. മുറിവിൽ നിന്നും ചോര ചീറ്റി.
അത് അടുത്തിരുന്ന വെള്ളിപ്പാത്രത്തിലേക്ക് വീഴ്ത്തി. ഹോമത്തിൽ നിന്ന് വെളുത്ത പുക ഉയരാൻ തുടങ്ങി. അത് ശിരസിന്റെ ആകൃതി പൂണ്ടു. കണ്ണുകൾ തെളിഞ്ഞു. ചുവന്നു തുടത്ത നാവുകൾ ഞാന്നു കിടന്നു. കീരിയുടെ പോലുള്ള പല്ലുകൾ, ചുക്കിച്ചുളിഞ്ഞ മുഖം, മുടിയിഴയുടെ സ്ഥാനത്ത് നാഗങ്ങൾ. ആ ഭീകര സത്വം നാവുകൾ നുണഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ചോര തരൂ. നിന്റെ എല്ലാ കാര്യങ്ങൾക്കും എന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. അയാൾ വെള്ളിപ്പാത്രം അതിനു നേരെ നീട്ടി. അതിന്റെ നാവുകൾ പുറത്തേക്ക് നീണ്ടു. പാത്രത്തിലെ ചോര നിമിഷനേരം കൊണ്ട് കുടിച്ചു. നിനക്ക് ഭക്ഷിക്കാൻ ഒരു മനുഷ്യ ശരീരം വേണ്ടേ? ഇതാ നിനക്കായി ഞാൻ കണ്ടെത്തിയവൾ. ആ സത്വം ഇടത് ഭാഗത്തേക്ക് കണ്ണുകൾ ഒഴിഞ്ഞു. യുവതി വെറും നിലത്ത് കിടക്കുകയാണ്. അവൾ അർദ്ധനഗ്നയാണ്. കൈത്തണ്ടയിലെ മുറിവിൽ അയാൾ ഭസ്മം പൂശി. അതിൽ നിന്നും ചോരയുടെ പ്രവാഹം നിലച്ചു. കഠാര കയ്യിലേക്കെടുത്ത ശേഷം എഴുന്നേറ്റു. യുവതി കിടക്കുന്ന അടുത്തേക്ക് ചെന്നു. അവൾക്ക് പാതി ബോധമുണ്ട്. ചെറുതായി ചലിച്ചു. അയാൾ അവളുടെ മുടിയിഴയിൽ തലോടി. പതുക്കെ കൈകൾ അവിടെ നിന്നും അവളുടെ വായയുടെ അടുത്തേക്ക് ഇഴഞ്ഞു. പതുക്കെ ചുണ്ടുകളിൽ പിടിച്ചു തുറന്നു. അവളൊന്ന് ഞരങ്ങി. വായി നിറയെ ചോരയാണ്. നാവ് അവൾക്ക് നഷ്ടമായി. ചുണ്ടിന്റെ വലത് കോണിലൂടെ ചോര കിനിഞ്ഞിറങ്ങി. ഇടത് കൈയിലിരുന്ന കഠാര വലത് കൈയിലേക്ക് പ്രത്യേക ശൈലിയിൽ വെച്ചു ആ വേട്ടമൃഗം. അയാളുടെ കണ്ണുകൾക്ക് ഒരു ഭ്രാന്തമായ ഭാവമാറ്റം. ചുവപ്പ് രാശി പടർന്നു. മുഖം വലിഞ്ഞു മുറുകി. അയാൾ അലറി. ഇടിമുഴക്കം പോലെ തോന്നിയ ആ അലർച്ചയിൽ കെട്ടിടത്തിന് വട്ടമിട്ട് പറന്നിരുന്ന കടവാതിലുകൾ പോലും ഭയന്നു. അവ കലപില ശബ്ദത്തോടെ ദൂരേക്ക് പറന്നു. കഠാര അയാൾ മുകളിലേക്ക് ഉയർത്തി. മിന്നൽ വേഗത്തിൽ അവളുടെ ഇടത് വാരിയലിന്റെ താഴേക്ക് കുത്തിയിറക്കി. ചോര അയാളുടെ മുഖം നനച്ചു. പിടിയോളം താഴ്ന്ന കഠാര അയാൾ വലത്തേക്ക് പിടിച്ചു തിരിച്ചു. യുവതി അമറി. അവൾ ഉളയുകയാണ്. നാവില്ലാതെ അവൾക്ക് ഒന്നിനും കഴിയില്ലായിരുന്നു. കൈകാലുകൾ ബന്ധിച്ചിരുന്നു. അയാൾ കഠാര പിടിച്ചു വലിച്ചു. മാംസത്തുണ്ടിനോടൊപ്പം അത് പുറത്തേക്ക് വന്നു. അയാൾ അത് നിലത്തേക്കിട്ടു. ചോരക്കളമായി അവിടം. യുവതിയുടെ മുറിവിന്റെ ഭാഗം ഒരു ദ്വാരമായി. അതിലൂടെ വലതു കൈ വേഗത്തിൽ കടത്തി മുറിവ് വലുതാക്കി. അകത്ത് വാരിയെല്ലുകൾ പൊടിയുന്ന കാത് മരവിപ്പിക്കുന്ന ശബ്ദം. അയാൾ അതിലേക്ക് കൈ ഇടിച്ചിറക്കി. ഇടതോട്ടും വലതോട്ടും തിരിച്ചു. യുവതിയുടെ ചലനം പതിയെ നിലച്ചു. അയാൾ കൈ പുറത്തേക്കെടുത്തു. അവിടെ ചോരക്കട്ട പോലെ എന്തോ തുടിച്ചു. അത് ആ യുവതിയുടെ ഹൃദയമാണ്. അതിൽ നിന്നും ചോര ഒലിച്ചിറങ്ങി. ഇതെല്ലാം നേരത്തെ വന്ന ഭീകരസ്വത്വം കാണുന്നുണ്ടായിരുന്നു. അവൾ നാവ് നൊട്ടി നുണഞ്ഞു. മനുഷ്യനായിരിക്കുന്ന ഒരുവൻ ചെയ്യാത്ത കാര്യമാണ് അയാൾ അടുത്തതായി പ്രവർത്തിച്ചത്. ആർത്തിയോടെ അയാൾ ആ ഹൃദയത്തിന്റെ ഒരു ഭാഗം കടിച്ചു. ചോര ചീറ്റി. അതിന്റെ പകുതിയോളം അയാളുടെ വായ്ക്കുള്ളിലായി. അത് ആ വേട്ടമൃഗം ചവച്ചരച്ചു. അവന്റെ വായിന്റെ ഇരു കോണിലൂടെയും ചോര പതഞ്ഞിറങ്ങി. അയാൾ പിന്നെയും ആർത്തിയുടെ ഹൃദയം മുഴുവനായി വായിലാക്കി. ഒരുതരം ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു അവൻ. പിന്നെയും ദേഷ്യം തീരാതെ അവളുടെ നെഞ്ചിന്റെ മധ്യഭാഗം കഠാര ഉപയോഗിച്ച് നെടുകെ ആഴത്തിൽ കീറി. ചോരയിൽ കുളിച്ചു ആ യുവതി. അവന്റെ മുഖം ക്രൂരതയുടെ പര്യായമായി. ആ വലിയ മുറിയുടെ മൂലയിൽ മഴു ഇരിക്കുന്നുണ്ട്. അവൻ അവിടേക്ക് ചെന്ന് അതെടുത്തുകൊണ്ട് അവളുടെ കഴുത്തിൽ ആഞ്ഞു വെട്ടി. തല വേർപെട്ട് കണ്ണു തുറച്ചു കിടന്നു ആ യുവതി. പിന്നീട് ഇരു കൈകളും കാലുകളും പകുതി മുറിഞ്ഞ അവ അയാൾ ഒടിച്ചെടുത്തു. ചോര കൊണ്ട് അവിടമാകെ നിറഞ്ഞു. ഉടൽ മാത്രം അവശേഷിച്ചു. അവ എരിഞ്ഞുകൊണ്ടിരുന്ന ഹോമത്തിലേക്ക് ഹോമിച്ചു. രൂക്ഷമായ ഗന്ധം അവിടെ വ്യാപിച്ചു. നിലത്ത് കിടന്ന കൈകാലുകൾ അയാൾ പുറത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവിടെ ഒരു കുഴി വെട്ടിയിരുന്നു. അതിലേക്ക് നിക്ഷേപിച്ചിട്ട് മണ്ണിട്ട് മൂടി. രാക്ഷസക്കോട്ട പോലുള്ള ആ വീടിന്റെ അകത്തെ ഇരുട്ട് നിറഞ്ഞ മുറിയിൽ അർദ്ധമയക്കത്തിലായിരുന്നു ദേവപ്രിയ. അവളുടെ നാസികയിലേക്ക് രൂക്ഷഗന്ധം അടിച്ചു കയറി. വിമിഷ്ടത്തോടെ അവൾ കണ്ണു തുറന്നു. സ്വന്തം ഓർമ്മകൾ നശിച്ചുകൊണ്ടിരുന്ന അവൾക്ക് ആ ഗന്ധം മനം പുരട്ടൽ ഉണ്ടാക്കി. നിറയെ ചോര കൊണ്ട് ഉണങ്ങി വായ തുറക്കാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോഴും പിടികിട്ടാത്ത ചോദ്യം അയാൾ മറ്റൊരു യുവതിയെ ഈ മുറിയിൽ പൂട്ടിയിട്ടിരുന്നു എന്നതാണ്. അയാൾ ഇന്ന് വന്നപ്പോൾ കയ്യിലിരുന്ന റാന്തൽ വെളിച്ചത്തിലാണ് കാണാൻ കഴിഞ്ഞത് ആ യുവതിയെ. അത് അവളെ കാണുന്ന അവസാന കാഴ്ചയായി. ആ പെൺകുട്ടിയെ വലിച്ചിഴച്ച് ആ വേട്ടമൃഗം കൊണ്ടുപോകുന്നത് കണ്ടുകൊണ്ട് കിടക്കാനേ തനിക്ക് കഴിഞ്ഞുള്ളൂ. ആ യുവതിയെ കത്തിക്കരിക്കുന്നതിന്റെ ഗന്ധമായിരിക്കും ഇത്.
ദേവപ്രിയയുടെ മനസ്സിൽ സ്വരൂപിന്റെ മുഖം കടന്നു വന്നു. അവൾക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. ചുടുകണ്ണീർ നിലത്ത് വീണു അവിടം കുതിർന്നു. അടഞ്ഞുകിടന്ന വാതിൽ കറകറ ശബ്ദത്തോടെ അകത്തേക്ക് തുറന്നു വരുന്നത് അവൾ അറിഞ്ഞു. അവിടെ ആ മനുഷ്യമൃഗത്തിന്റെ മുഖം പ്രത്യക്ഷമായി. റാന്തൽ കയ്യിലുണ്ട്. അയാളുടെ മുഖം ചോരയിൽ കുളിച്ചിരുന്നു. അവൻ ദേവപ്രിയയുടെ അടുത്തേക്ക് പതിയെ നടന്നടത്തു. റാന്തൽ നിലത്ത് വെച്ചിട്ട് അവിടെ മുട്ടുകുത്തിയിരുന്നു. അവളുടെ മുടിയിൽ പതിയെ തലോടി. എന്നിട്ട് അവൻ പറഞ്ഞു തുടങ്ങുകയാണ്. നീ ഇപ്പോ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഇത്രയും ക്രൂരമായിട്ട് പെരുമാറുന്നതെന്ന്. നിന്റെ കാമകനെ കൊന്നത് എന്തിനെന്നോ? അവൻ എന്നെ തിരിച്ചറിഞ്ഞു. നിന്നെ ഞാൻ നീയറിയാതെ പിന്തുടർന്നു. നിങ്ങളുടെ വികൃതികൾ ഞാൻ മാറി നിന്ന് ആസ്വദിച്ചു. പിന്നീട് അവനൊരു മൂത്രശങ്ക ഞാൻ വരുത്തി എന്റെ അരികിൽ എത്തിച്ചു. ഞാൻ അവനെ കൊന്നു നിന്റെ മുന്നിലിട്ട്. പക്ഷേ നിന്നെ ഇപ്പോൾ കൊല്ലില്ല ഞാൻ. നിന്റെ അച്ഛനാണ് എന്റെ പ്രധാന ഇര. അവന്റെ മുന്നിലിട്ട് ഞാൻ നിന്നെ കൊല്ലും. ഞാൻ ആരെന്ന് നിനക്ക് അറിയില്ല. നീ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ്. എന്റെ അച്ഛനെ കൊന്നത് നിന്റെ അച്ഛനാണ്, ഗോവിന്ദൻ. അതെ, സുദേവന്റെ ചോരയ്ക്കും ആരെങ്കിലും പകരം ചോദിക്കണ്ടേ? നേരത്തെ ഇവിടുന്ന് കൊണ്ടുപോയ യുവതി നിന്റെ അച്ഛന്റെ സുഹൃത്ത് സുകുമാരന്റെ ചെറുമകൾ. ഇത് പറഞ്ഞിട്ട് അവൻ വികൃതമായി ചിരിച്ചു. മനുഷ്യന്റെ ഹൃദയം എത്ര രുചിയുള്ളതാണെന്ന് നിനക്കറിയാമോ? 100 മനുഷ്യരുടെ ഹൃദയം ഞാൻ ഭക്ഷണമാക്കിയിട്ടുണ്ട്. അതവൻ പറഞ്ഞപ്പോൾ അവന്റെ വായിൽ നിന്നും കൊഴുത്ത ചോര പുറത്തേക്ക് തെറിച്ചു. അത് ദേവപ്രിയയുടെ കവിളിൽ പതിച്ചു. അവൾ വല്ലായ്മയോടെ മുഖം കുടഞ്ഞു. വായയുടെ അകത്ത് ഭയങ്കര വേദന തോന്നി. കണ്ണുകൾ നിറഞ്ഞു. കവിളിലെ ചോര അവൻ കയ്യിൽ വടിച്ചെടുത്ത് നക്കി നുണഞ്ഞു. പതുക്കെ എഴുന്നേറ്റ് റാന്തൽ വിളക്ക് എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. വാതിൽ ഭയങ്കര ശബ്ദത്തോടെ അടഞ്ഞു. വീണ്ടും അവിടെ ഇരുട്ട് വ്യാപിച്ചു. ദേവപ്രിയ ദുഃഖത്തോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു. മൊയ്തു ഉച്ചയ്ക്ക് ഗോവിന്ദനെ കാണാൻ അവിടെ എത്തി. അയാൾക്ക് ഒരു വിവരം കിട്ടിയത്രേ. പക്ഷേ സംഗതി രഹസ്യമാണ്. അത് ഗോവിന്ദനോട് മാത്രം പറയാൻ മാത്രമുള്ളത്. കുറച്ചു നാളുകളെ ആയുള്ളുവെങ്കിലും വളരെ നല്ലൊരു സുഹൃത്തായാണ് ഗോവിന്ദൻ മൊയ്തുവിനെ കാണുന്നത്. തന്നേക്കാൾ കുറവ് പ്രായമേ അയാൾക്കുള്ളൂ. പക്ഷേ നല്ല പക്വതയുള്ള പെരുമാറ്റമാണ് തന്റെ പേര് വിളിക്കാൻ അനുവാദം നൽകിയത് ഗോവിന്ദൻ. മൊയ്തുവിന്റെ വീട്ടിൽ ആരുമില്ല. അനാഥനാണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 വർഷത്തിലധികമായി. അവിടുള്ള വീടുകളിൽ പാൽ എത്തിക്കുന്നത് മുറ പോലെ ഇന്നും തുടർന്നു. ഗോവിന്ദൻ അല്പം നീരസം കലർന്ന സ്വരത്തിൽ പറഞ്ഞു. നീ അന്ന് ഇവിടുന്ന് പോയിട്ട് ഇന്നാണോ വരുന്നത്? തിരക്കാണെന്ന് അറിയാം. മൊയ്തു അല്പം ഗൗരവം കലർന്ന ഭാവത്തിൽ പറഞ്ഞു. ഞാൻ ഇപ്പോ വരാൻ കാര്യം ഒരു പ്രധാനപ്പെട്ട സംഗതി പറയാനാണ് ഗോവിന്ദ. ഗോവിന്ദൻ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. മൊയ്തു തുടർന്നു. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അത് കേട്ട് ഗോവിന്ദൻ എഴുന്നേറ്റു. അവർ അകത്തേക്ക് കയറി. കസേരകളിൽ ഇരുവരും ഇരുന്നു. മൊയ്തു തുടർന്നു. ഞാൻ ഇന്നലെ രാഘവന്റെ വീട്ടിൽ പോയിരുന്നു. അയാളുടെ മകൻ എന്റെ ചങ്ങാതിയാണെന്ന് നിനക്ക് അറിയാലോ. തിരിച്ച് ഞാൻ സൈക്കിളിൽ കാവമ്പാടം വഴിയായിരുന്നു വന്നത്. കാട് കയറിയ ഭാഗം കുറച്ചുണ്ടെങ്കിലും അതിലെ ഇവിടേക്ക് വരാൻ എളുപ്പമാണ്. അവിടെ പഴയൊരു കെട്ടിടമുള്ളത് നിനക്കറിയാമോ? അറിയാമെന്ന് ഗോവിന്ദൻ തലയാട്ടി. അവിടെ എത്തിയപ്പോൾ ഞാൻ വല്ലാത്തൊരു കാഴ്ച കണ്ടു. അതിന്റെ ഉള്ളിൽ നിന്നും ഒരു മനുഷ്യൻ ഇറങ്ങി വരുന്നു. ആ കെട്ടിടത്തിൽ താമസിക്കുന്ന ഒരാളെ പോലെ. പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. അവിടെ മൊത്തം പന്തങ്ങൾ കൊളുത്തിയിരുന്നു. ഇത് കേട്ട് തരിച്ചിരിക്കുകയാണ് ഗോവിന്ദൻ. കാട് പിടിച്ചു കിടക്കുന്ന അവിടെ ആരാണ് താമസിക്കുന്നത്? മൊയ്തുവിന്റെ ശബ്ദം. ആ മനുഷ്യന്റെ കയ്യിൽ മുറിച്ചെടുത്ത ആരുടെയോ കൈകൾ. അതിൽ നിന്ന് ചോര ഒഴുകിയിരുന്നു. ഞാൻ സൈക്കിൾ മരത്തിന് പിന്നിൽ ഒളിപ്പിച്ചിട്ട് മറഞ്ഞിരുന്ന് കണ്ടു. അയാൾ അടുത്തത് എന്താണ് ചെയ്യുന്നതെന്ന്. കൈകളൊരു കുഴിയിലേക്കിട്ട് അത് മൂടി. ഞാൻ പിന്നെ അവിടെ നിന്നില്ല. പതുക്കെ അവിടെ നിന്നും ഓടി. ആ മനുഷ്യൻ അതൊന്നും ശ്രദ്ധിച്ചു കാണില്ല. അയാൾ അകത്തേക്ക് പോയി. അയാൾ എനിക്ക് എവിടെയോ വെച്ച് പരിചയമുള്ളത് പോലെ തോന്നി. നമുക്ക് ഉടനെ പോലീസിൽ വിവരം പറയണം. ഒരു പക്ഷേ പ്രിയ അവിടെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഗോവിന്ദൻ പിടഞ്ഞുണർന്നു. അയാൾ ഫോൺ റിസീവർ എടുത്തു. നമ്പർ ഡയൽ ചെയ്തു. അപ്പുറം റിംഗ് ചെയ്തു. കുറച്ചു കഴിഞ്ഞു. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? അതേയെന്ന് അപ്പുറത്ത് മറുപടി. ഗോവിന്ദൻ വിവരങ്ങൾ ഫോണെടുത്തയാളോട് പറഞ്ഞു. SI സാറ് 2-3 ദിവസമായിട്ട് ലീവാണല്ലോ. ഓക്കെ. ആ, ആണോ? ആ, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരാം. അവിടുന്ന് പുറപ്പെടാം. ലൈൻ ഡിസ്കണക്റ്റായി. ഗോവിന്ദനും മൊയ്തുവും അവരെ കാത്തിരുന്നു. പോലീസ് ജീപ്പ് അവിടെ എത്തി.
മൊയ്തു അവരോട് കാര്യങ്ങൾ പറഞ്ഞു. വാഹനങ്ങൾ പോകാൻ കഴിയാത്ത സ്ഥലമാണെന്ന് മനസ്സിലാക്കിയ പോലീസ് ജീപ്പ് ഗോവിന്ദന്റെ വീട്ടിൽ തന്നെ കയറ്റിയിട്ടു. അവർ നടന്നു പോകാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും സന്ധ്യയായിരുന്നു. പോലീസ് 2 ചെറുപ്പക്കാർ. അവർക്ക് ജോലിയോടുള്ള സത്യസന്ധത ഗോവിന്ദന് ഇഷ്ടമായി. അങ്ങനെ ആ 4 സംഘം യാത്ര തിരിച്ചു. ഗോവിന്ദൻ പോലീസ് അറിയാതെ മൂർച്ചയുള്ള പ്രത്യേകതരം കഠാര എളയിൽ തിരുകി. വയൽ വരമ്പുകൾ കടന്ന് ആ സംഘം നടന്നു. ടോർച്ചുകൾ മിന്നി. ശക്തിയേറിയ സെർച്ച് ലാമ്പ് ഇടയ്ക്കിടെ മിന്നിച്ചു. കാലുകൾ തളർന്നപ്പോൾ അവർ തെങ്ങിൻ ചുവട്ടിലിരുന്നു. ഗോവിന്ദനും മൊയ്തുവും മുൻപേ നടന്നു, പുറകെ പോലീസും. അകലെ ഒരു പൊട്ടുപോലെ ആ കെട്ടിടം അവരുടെ ദൃഷ്ടിയിൽ പതിഞ്ഞു. ഇതേ നേരം കെട്ടിടത്തിന്റെ അകത്തെ മുറിയിൽ നിന്ന് ദേവപ്രിയയെ വലിച്ചിഴച്ച് ഹോമസ്ഥലത്തേക്ക് കൊണ്ടുവന്നു ആ വേട്ടമൃഗം. അയാളുടെ ഇടിമുഴക്കം പോലുള്ള ശബ്ദം. നിന്നെ ഞാൻ കാത്തിരിക്കുന്നു ഗോവിന്ദ. വരുന്ന കീടങ്ങൾക്ക് ഇവിടെ മരിക്കാനാണ് യോഗം. വേട്ടമൃഗം ഹോമം ആരംഭിച്ചു. അതിൽ നിന്നും അരൂപികളായ ചില പിശാചുക്കൾ ആവിർഭവിച്ചു. അത് പുകച്ചുരുളുകളായി ആ കെട്ടിടത്തിലെ തന്നെ മറ്റൊരു ഇരുട്ടുമുറിയുടെ താക്കോൽ പഴുതിലൂടെ അകത്തേക്ക് കയറി. നിമിഷങ്ങൾ കഴിഞ്ഞു. ആ മനുഷ്യ പിശാചിന്റെ ചുണ്ടുകളിൽ പുഞ്ചിരി വിടർന്നു. അയാൾ ഹോമത്തിലേക്ക് ചോര വീഴ്ത്തി. ഇരുട്ടുമുറിയുടെ വാതിലുകൾ വിറകൊണ്ടു. ഭൂമികുലുക്കം പോലെയുള്ള ശബ്ദം. വാതിലുകൾ തകർന്നു വീണു. അവിടെ വികൃതമായ മുഖത്തോടും ശരീരത്തോടും കൂടിയുള്ള 3 പ്രേതങ്ങൾ. അവയുടെ കണ്ണിന്റെ സ്ഥാനത്ത് ദ്വാരങ്ങൾ മാത്രം. വായിലൂടെ ചോര ഒഴുകി. നെഞ്ചിന്റെ മധ്യഭാഗം പൊള്ളയാണ്. അത് ആ വേട്ടമൃഗത്തിന്റെ മുന്നിൽ വന്നിട്ട് തൊഴുതു. അത് കണ്ട് അയാൾ അട്ടഹസിച്ചു. എന്നിട്ട് കൽപ്പിച്ചു, നമുക്ക് എതിരായി വരുന്നവരെ തടഞ്ഞു നിർത്തൂ. എന്റെ കർമ്മം പൂർത്തിയായില്ലെങ്കിൽ എന്റെ ഇതുവരെയുള്ള പ്രയത്നം വെറുതെയാകും. ചെല്ലു വേഗം, അവരിവിടെ എത്താറായി. ആജ്ഞ കേട്ട് ആ പ്രേതങ്ങൾ പുറത്തേക്കുള്ള വാതിൽ തുറന്നു. ഗോവിന്ദനും കൂട്ടരും കെട്ടിടത്തിന്റെ അടുത്തേക്ക് എത്താറായിരുന്നു. അല്പമകലെ എന്തോ അലർച്ച കേൾക്കുന്നു. ആ പ്രേതങ്ങൾ അവരുടെ അടുത്തേക്ക് കൂടുതൽ അടുത്തു. ഗോവിന്ദനും സംഘവും പ്രേതങ്ങളെ കണ്ട് ആദ്യമൊന്ന് പതറിയെങ്കിലും ഗോവിന്ദൻ അരയിൽ തിരികിയിരുന്ന തന്റെ കഠാര പുറത്തെടുത്തു. അടുത്തേക്ക് ആക്രമിക്കാൻ പാഞ്ഞെടുത്ത ആദ്യത്തെ പ്രേതത്തിന്റെ വായിലേക്ക് കഠാര കുത്തിയിറക്കി. ദുർഗന്ധം വമിക്കുന്ന ചോര ചീറ്റിത്തെറിച്ചു. അവർ ആ പ്രേതങ്ങളെ നേരിടാൻ സജ്ജരായി. ആദ്യത്തെ പ്രേതം ഗോവിന്ദന്റെ കഴുത്തിൽ പിടികൂടി. മറ്റു 2 3 പേരെ ഒരുമിച്ച് ആക്രമിച്ചു. മറ്റുള്ളവരുടെ കയ്യിൽ ആയുധമില്ലാത്തത് അവരെ കൂടുതൽ കുഴപ്പത്തിലാക്കി. മൊയ്തു ഒരു പ്രേതത്തിന്റെ കുഴിഞ്ഞ കണ്ണുകളിൽ ചൂണ്ടുവിരൽ കൊണ്ട് കുത്തി. വല്ലാത്ത ഗന്ധത്തോടെ അതിൽ നിന്നും കറുത്ത നിറത്തിലുള്ള ചോര പുറത്തേക്ക് വമിച്ചു. മൊയ്തു കൈകൾ കുടഞ്ഞു. പോലീസുകാർ കയ്യിലുണ്ടായിരുന്ന ലാത്തി കൊണ്ട് പ്രഹരിച്ചു. പഴയ ശവങ്ങൾക്ക് ജീവൻ നൽകിയതുകൊണ്ട് പ്രേതങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങൾ അറ്റുവീണുകൊണ്ടിരുന്നു. അവസാനം അവയെല്ലാം ഒരുമിച്ച് ഒറ്റ ശരീരവും 3 തലയുമുള്ള ഒരു ഭീകര സത്വമായി. അത് അവരുടെ നേർക്ക് വല്ലാത്ത അലർച്ചയോടെ പാഞ്ഞെടുത്തു. അവർ പകച്ചു. ഗോവിന്ദനെ പ്രഹരിക്കാൻ നീണ്ടുവന്നു ആ കൈകൾ. അവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. ആ കൂർത്ത കൈകൾ പതിച്ചതും ആ സത്വം വല്ലാതൊന്ന് അലറി. ഗോവിന്ദൻ കണ്ണുകൾ പതിയെ തുറന്നു. ആ ഭീകരന്റെ നെറ്റിയിൽ എന്തോ തിളങ്ങുന്നു. അത് മൂർച്ചയുള്ള കഠാരയാണ്. സത്വം നിലത്തേക്ക് പതിച്ചു. അവരുടെ തൊട്ടുപുറകിൽ ആരോ എന്തോ പറയുന്നു. എല്ലാവരും അവിടേക്ക് നോക്കി. പേടിക്കണ്ട, ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നവരല്ല. ആരെന്ന് പറഞ്ഞില്ല? ഗോവിന്ദൻ ചോദിച്ചു. ഇരുട്ടിൽ നിന്ന് 2 മധ്യവയസ്കർ അടുത്തേക്ക് നടന്നു വന്നു. അതിൽ ഒരാൾ തന്റെ പേര് പറഞ്ഞു. എന്റെ പേര് ഹരികൃഷ്ണൻ. ഞാൻ വിഷ്ണു. മറ്റേയാൾ പേര് പറഞ്ഞു. ഹരി താൻ ഇവിടെ വരാനുള്ള സാഹചര്യം വെളിപ്പെടുത്തി. എന്റെ മകളെ തട്ടിക്കൊണ്ടുവന്നത് ആ കെട്ടിടത്തിലെ ഒരു വേട്ടമൃഗമാണ്. ഇപ്പോൾ അവൾ ജീവനോടെ കാണുമെന്ന് എനിക്ക് ഉറപ്പില്ല. അയാളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഗോവിന്ദൻ അയാളെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, നമുക്ക് നേരമില്ല, നടക്കാം. അവർ ആ സത്വത്തെ മറികടക്കാൻ തുനിഞ്ഞതും അത് വീണ്ടും എഴുന്നേൽക്കാൻ ഭാവിച്ചു. വിഷ്ണു അരയിലിരുന്ന കഠാര വേഗത്തിൽ അതിന്റെ തലയിലേക്ക് കുത്തിയിറക്കി വലിച്ചൂരി. ഗോവിന്ദൻ ദേഷ്യത്തിൽ അതിന്റെ തലയിൽ ശക്തിയായി ചവിട്ടി. അതിന്റെ 3 ശിരസുകളും തകർന്ന് തലച്ചോർ പുറത്തേക്ക് തെറിച്ചു. എല്ലാവരും ആ ഭീകര കെട്ടിടത്തിലേക്ക് നടന്നു.
അതിന്റെ വാതിൽ തുറന്നു കിടന്നു. അകത്തു നിന്നും പുകപടലങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. പോലീസുകാർ ആദ്യം അകത്തേക്ക് കയറാൻ തീരുമാനിച്ചു. ആദ്യം കയറിയ അവർ പുറത്തേക്ക് എടുത്തെറിയപ്പെട്ടു. ഒരാളുടെ കൈ മുഴുവനായി അറ്റുപോയിരുന്നു. അയാളുടെ അസ്ഥി പുറത്തേക്ക് തള്ളി നിന്നു. അതിൽ നിന്നും ചോരയൊഴുകി. അയാൾ അലറിക്കരഞ്ഞു. മറ്റേ പോലീസുകാരന്റെ മൂക്ക് മുറിഞ്ഞുപോയി. രണ്ടുപേരും വേദന കൊണ്ട് പുളഞ്ഞു. മൊയ്തു ഉടനെ അവരുടെ മുറിവുകളിലെ ചോരയോട്ടം നിൽക്കാൻ താൻ ഉടുത്തിരുന്ന സ്വന്തം മുണ്ട് രണ്ടായി വലിച്ചു കീറി. അത് ആ മുറിവുകളിൽ ചുറ്റി. പോലീസുകാരെ അയാളെ ഏൽപ്പിച്ച ശേഷം ഗോവിന്ദനും ഹരികൃഷ്ണനും വിഷ്ണുവും ജാഗ്രതയോടെ നിന്നു. അകത്തുനിന്നും ഇടിമുഴക്കം പോലെ വേട്ടമൃഗത്തിന്റെ ശബ്ദം കേട്ടു. എന്റെ അനുവാദമില്ലാതെ ഇവിടെ പ്രവേശിക്കാൻ ശ്രമിച്ചതാണ് അവരെ ഉപദ്രവിക്കാൻ കാരണം. നിങ്ങൾക്ക് 3 പേർക്കും ഇവിടേക്ക് പ്രവേശിക്കാം. വന്നാലും നിങ്ങളെ എന്റെ ദുർബോധങ്ങൾ ഒന്നും ചെയ്യില്ല. ആദ്യം ഗോവിന്ദൻ അവിടേക്ക് പ്രവേശിച്ചു. പിന്നാലെ ഹരികൃഷ്ണനും വിഷ്ണുവും. ഹോമം എരിയുന്നു. പുകയുടെ കാഠിന്യത്താൽ അതിന് അപ്പുറമിരിക്കുന്ന മനുഷ്യനെ കാണാൻ പറ്റുന്നില്ല. അവർ മൂവരും അവിടേക്ക് ദൃഷ്ടി പതിപ്പിച്ചു. കുറച്ചു നിമിഷങ്ങൾക്കകം പുക നേർത്ത് വന്നു. ഗോവിന്ദൻ അവിടെ ഇരിക്കുന്ന മനുഷ്യനെ കണ്ട് ഞെട്ടിപ്പോയി. എസ് ഐ മോഹൻദാസ്, ഇയാൾ എങ്ങനെ ഇവിടെ? ഗോവിന്ദൻ അയാളോട് ചോദിച്ചു. നിങ്ങളാണ് ഇതിന്റെയൊക്കെ പിന്നിൽ അല്ലേ? ഇത് കേട്ട് അയാൾ പൊട്ടിച്ചിരിച്ചു. കടവാതിലുകൾ ഭയന്ന് പറന്നകന്നു. ഗോവിന്ദ, നിനക്ക് കിടക്കാൻ ഞാനൊരു കുഴി വെട്ടിയിട്ടുണ്ട്. അതിനു മുൻപ് നിനക്ക് കാണണ്ടേ നിന്റെ മകളെ? അപ്പോഴാണ് ആ മുറിയുടെ മൂലയിൽ വെള്ള പുതപ്പിച്ച നിലയിൽ എന്തോ കിടക്കുന്നത് കണ്ടത്. ആ ദുഷ്ടൻ അവിടേക്ക് അടുത്തു. അയാളുടെ കയ്യിൽ വലിയൊരു വാളുണ്ടായിരുന്നു. അതിനടുത്ത് ചെന്നിട്ട് ആ വെളുത്ത വസ്ത്രം താഴേക്ക് മാറ്റി. അവിടെ ദേവപ്രിയ. അവൾക്ക് നേരിയ ചലനമുള്ളത് ഗോവിന്ദൻ തിരിച്ചറിഞ്ഞു. ഇത് കണ്ട് അയാൾ പുച്ഛത്തോടെ ഗോവിന്ദനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഞാൻ സുദേവന്റെ മകനാണ്. നിന്റെ കൈകൊണ്ട് മരിച്ച അതേ സുദേവന്റെ. ഗോവിന്ദൻ ഞെട്ടി. അതെ, നീയും സുകുമാരനും ചേർന്നല്ലേ അത് ചെയ്തത്? സുകുമാരന്റെ ചെറുമകളെ ഞാൻ കൊന്നു. അത് കേട്ട് ഹരികൃഷ്ണന്റെ കണ്ണുകൾ നിറഞ്ഞു. വിഷ്ണു സ്തംഭിച്ചു നിൽക്കുകയാണ്. ഇത്രയും പറഞ്ഞ ശേഷം വേട്ടമൃഗം ദേവപ്രിയയുടെ മുഖത്തേക്ക് നോക്കി. ഉടനെ അയാൾ വാൾ വീശി. ഒരു വെള്ളിടി ആകാശത്ത് വെട്ടി. അവിടെ ഒരു ആർത്തനാദം ഉയർന്നു. മോഹൻദാസ് എന്ന വേട്ടമൃഗം വിശ്വസിക്കാനാകാതെ തന്റെ വലതു കൈകളിൽ നോക്കി. അവിടെ കൈപ്പത്തികൾ കാണുന്നില്ല. വെളുത്ത അസ്ഥി കാണാം. ചോര അതിലൂടെ ഊർന്ന് താഴേക്ക് ഒഴുകാൻ തുടങ്ങി. സ്വന്തം കൈപ്പത്തി നഷ്ടപ്പെട്ടു. അവൻ ഉറക്കെ അലറി. അവൻ തിരിഞ്ഞു. അവരുടെ നേർക്ക് പാഞ്ഞെടുത്തു. വിഷ്ണു ഉടനെ തന്റെ കഠാര അവന്റെ നേരെ വീശിയെറിഞ്ഞു. അത് കൃത്യം ഇടതു തോളിൽ തറച്ചു. അവൻ വേദന കൊണ്ട് പുളഞ്ഞു. അവൻ കാറ്റുകൊണ്ട് ഉലയുന്ന വൃക്ഷം കണക്കെ നിന്നാടി. പതിയെ അവൻ അവിടേക്ക് ഇരുന്നു. മന്ത്രങ്ങൾ ചൊല്ലുന്നത് ആരംഭിച്ചു. ഇത് കണ്ട് ഹരികൃഷ്ണൻ പറഞ്ഞു, അവനെ മന്ത്രങ്ങൾ പൂർത്തിയാക്കാൻ നമ്മൾ അനുവദിക്കരുത്. കാര്യം മനസ്സിലായ ഗോവിന്ദൻ നേരത്തെ കരുതിയിരുന്ന പ്രത്യേകതയുള്ള കഠാര പുറത്തെടുത്തു. അത് അവന്റെ വായിലേക്ക് കുത്തിയിറക്കി. അവൻ വേദന കൊണ്ട് അമറി. തന്റെ മകളുടെ മുഖം ശ്രദ്ധിച്ച ഗോവിന്ദന് പക ഇരട്ടിച്ചു. സ്വന്തം മക്കളെ ഒരുപാട് ദ്രോഹിച്ച അവനോട് ഇനി മാപ്പില്ലെന്ന് ആ 3 സുഹൃത്തുക്കളും തീരുമാനിച്ചു. ഗോവിന്ദൻ കഠാര വലത്തേക്ക് ശക്തിയായി കറക്കി. ഏതോ അസ്ഥി ഒടിയുന്ന ശബ്ദം. ചോര അവിടേക്ക് ചീറ്റി. കുറച്ച് ഗോവിന്ദന്റെ മുഖത്തേക്കും തെറിച്ചു. ആ വേട്ടമൃഗത്തിന്റെ ഒച്ച പുറത്ത് കേട്ടില്ല. ഗോവിന്ദൻ കത്തി ഊരിയെടുത്തു. കുറച്ചു മാംസങ്ങൾ അതിനൊപ്പം തറയിലേക്ക് വീണു. ഹരിക്കും കലിയടക്കാനായില്ല. അവനും തന്റെ കഠാര അവന്റെ ഇടതു നെഞ്ചിലേക്ക് കുത്തിയിറക്കി. ഇടതോട്ടും വലതോട്ടും കറക്കി. അവിടെ ഒരു ദ്വാരം രൂപപ്പെട്ടു. കത്തി ഊരിയെടുത്തു. ഗോവിന്ദൻ അതേ സ്ഥാനത്ത് തന്റെ കഠാരയുടെ ഭാഗം കടത്തി. പിടിയുടെ അറ്റത്ത് ഒരു ബട്ടണിൽ ഞെക്കി. അകത്ത് എന്തോ മുറിച്ചു മാറ്റുന്ന ശബ്ദം. കത്തി പുറത്തേക്ക് എടുത്തതും കുറെ മാംസത്തുണ്ടുകൾ പുറത്തേക്ക് തെറിച്ചു. ഗോവിന്ദൻ ഇതൊക്കെ ചെയ്യുന്നത് അർദ്ധബോധത്തോടെ ദേവപ്രിയ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് സ്വരൂപിനെ അയാൾ ദ്രോഹിച്ചത് ഓർമ്മയിൽ വന്നു. വിഷ്ണു പറഞ്ഞു, നീ ഇതുപോലെയല്ലേ എല്ലാവരെയും കൊന്നു തിന്നത്? അവർക്ക് വേദനിച്ചപ്പോൾ നീ ആനന്ദിച്ചു. ഇപ്പോൾ ഈ വേദന നീ ചോദിച്ചു വാങ്ങിയതാണ്. എന്റെ ഒരേയൊരു അനന്തരവളെയാണ് നീ കൊന്നത്.
എനിക്ക് നിന്റെ ഒന്നേ വേണ്ടു, അത് ഇതാണ്. പറഞ്ഞതും അയാൾ നെഞ്ചിലെ ദ്വാരത്തിലൂടെ കൈകടത്തി. ഇടതോട്ടും വലതോട്ടും കൈ തിരിച്ചു. പുറത്തേക്ക് വന്ന കൈകളിൽ അവന്റെ തുടിക്കുന്ന ഹൃദയമാണ്. അത് അവന്റെ കയ്യിലിരുന്ന് തുടിച്ചു. ആ വേട്ടമൃഗം പതിയെ കണ്ണുകൾ തുറച്ചു മുന്നോട്ട് കമിഴ്ന്ന് വീണു. മൂവർക്ക് ചുറ്റും ചോര പരന്നൊഴുകി. ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാം, ഗോവിന്ദൻ പറഞ്ഞു. അപ്പോൾ പുറത്തുള്ള പോലീസുകാര് ഇവിടെ നടന്ന കാര്യങ്ങൾ ആരോടെങ്കിലും പറയില്ലേ? ഹരി സംശയം പ്രകടിപ്പിച്ചു. അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം, വിഷ്ണു അഭിപ്രായപ്പെട്ടു. ഗോവിന്ദൻ തന്റെ മകളെ എടുത്തുയർത്തി തോളിലിട്ടു. മൂവരും പുറത്തേക്കിറങ്ങി. കുറച്ചകലെ വെളിച്ചം മിന്നി. അവിടെ മൊയ്തുണ്ട്, കൂടെ 2 പോലീസുകാരും. സാരമായി പരിക്കു പറ്റിയ പോലീസുകാരെ ഹരിയും വിഷ്ണുവും തോളിൽ കിടത്തി മുന്നോട്ട് നടന്നു, കൂടെ ഗോവിന്ദനും. അവർ തിരികെ മടങ്ങുകയാണ്. ജീവൻ നഷ്ടമായ ആ വേട്ടമൃഗം അവനിനി തിരിച്ചു വരുമോ? ഇല്ല. ഒരു യുദ്ധത്തിന്റെ അവസാനമല്ല, ആരംഭമാണ്.